بسم الله الرحمن الرحيم മുഹിയദ്ദീൻ ശൈഖ് ഇസ്തിഗാസ ചെയ്യാന്ന് കുഞ്ഞത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. കുഞ്ഞത്തിൽ എവിടെയാണെന്ന് നിങ്ങളെ വിഷയാവതരണ സമയത്ത് തെളിയിച്ചിട്ടില്ല. നിങ്ങളുടെ ചോദ്യത്തിനും അത് വ്യക്തമല്ല. കുഞ്ഞയിൽ എവിടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്? അദ്ദേഹം റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടണം, ഇസ്തിഗാസ നടത്തണമെന്ന് ഏതെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ റസൂലിനെ വിളിച്ച് സഹായം തേടാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് തെളിയിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കുഞ്ഞയിലും ഫുതൂൽ ഗൈബിലുമൊക്കെ അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ നടത്തണമെന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ യാ മുഹമ്മദാഹ് എന്നല്ല, ആദ്യങ്ങളല്ലേ ഉദ്ധരിച്ചത്, നിങ്ങളല്ലേ ഉദ്ധരിച്ചത്. ശറവിശിഫ ഇതാ യാ മുഹമ്മദാഹ്, യാ മുഹമ്മദാഹ് എന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞു. യാ മുഹമ്മദ് എന്ന് ബുഖാരിയിലുണ്ട്. അപ്പൊ ഞാൻ സഹീഹ് ബുഖാരിയിലില്ല. അദബുൽ മുഫ്രദിലും യാ മുഹമ്മദില്ല, വെറും മുഹമ്മദ് ഉള്ളൂ. അവിടെ വിളിയില്ല, ഉദുക്കൂറിനാണ്. അപ്പൊ ഇവര് സുന്നിക്ക് ചാടി അതിന് യാ മുഹമ്മദാഹ് ഉണ്ട്. അതിലുള്ളത് നുതുബയാണ്. ഇപ്പൊ മൂപ്പര് പറഞ്ഞു യാ മുഹമ്മദ് എന്ന് തന്നെ ഉണ്ട്. ഏതിലുണ്ട്? ഇബ്നു സുന്നി തന്നെ ഉണ്ട്. അതിന്റെ കോലെന്താ കേട്ടോളി നിങ്ങൾ. അതിന്റെ കഥയും പോക്കാൻ. عن أخبرني أحمد بن الحسن الصوفي حدثنا علي بن الجعد حدثنا زهير بن النبي إسحاق عن عبد الرحمن بن سعد قال كنت عند ابن عمر فخدرت رجله فقلت يا أبا عبد الرحمن ما لرجلك؟ قال اجتمع عصبها من هنا قلت ادعو أحب الناس إليك فقال يا محمد فانبسطت. ഇതാണ് ഇബ്നു സുന്നി ഉള്ളത്. അതും അബൂ ഇസ്ഹാഖ് സബീഇ അൻ അബ്ദുറഹ്മാൻ ബിൻ സഅദിൻ, അതും ദഈഫാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കള്ള ഹദീസുകളല്ലാതെ ഒരൊറ്റ സഹിഹായ ഹദീസും കാലുകോച്ചിയതിന് പോലും ഉദ്ധരിക്കാൻ നിങ്ങളെ കയ്യിലില്ല. എന്നിട്ട് ഇത് വെച്ചാണ് നടക്കണേ. വലിയ തെളിവിന്റെ ആളാണ് വെപ്പ്. ഇതിലും വലിയ ആൾപ്പഞ്ഞ് വരാനില്ല. എന്നിട്ട് കൊണ്ടുവന്നാപ്പത് ആദ്യം ബുഖാരിന്റെ പേരിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ അദബുൽ മുഫ്രദാണ്, അതിൽ യാ അല്ല, മുഹമ്മദ് ഉള്ളൂ. അപ്പൊ പറഞ്ഞു യാ മുഹമ്മദ് ആഹുന്നുണ്ട്, അതിന് ഉദുബയാണെന്ന്. ഞാനല്ല മുല്ലാലിൽ കാര്യം കൊണ്ടുവച്ചു. ഇപ്പൊ ഹാലില്ലാത്ത വേറെ റിവായത്തുണ്ട്. മൂന്നിലും അബൂ ഇസ്ഹാഖ് സബീഇ ഉണ്ട്. അബൂ ഇസ്ഹാഖ് സബീഇ എന്ന മുദല്ലിസായ റാവി സനദിൽ തൊണ്ട വേലയുള്ള ശൈഖനെ പറയാതെ അപ്പുറത്താള് പറഞ്ഞ് സനദിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന തദ്ലീസുള്ള റാവി അദ്ദേഹത്തിന് അനനത്ത് സ്വീകരിക്കാൻ പാടില്ലെന്ന് എല്ലാ മുഹദ്ദിസീങ്ങളും ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യാ മുഹമ്മദാഹ് എന്നത് നിങ്ങൾ ഉദ്ധരിച്ചതാണ്, ഞാൻ ഉദ്ധരിച്ചതല്ല. അതുകൊണ്ടാണ് നുതുബയാണെന്ന് എനിക്ക് തെളിയിക്കേണ്ടി വന്നത്. സഹീഹായ ഒരൊറ്റ റിവായത്തും നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഒഞ്ഞയിൽ പറഞ്ഞു എന്നാണ് സഹീഹായ ഏതെങ്കിലും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന പേജിൽ ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞതായി തെളിയിക്കാനേ സാധിച്ചിട്ടില്ല. പിന്നെ ഈസാ നബിയല്ല വിളിച്ചത്, ഈസാ ദൈവത്തെയാണ് വിളിച്ചത്. അപ്പൊ നിങ്ങൾ ദൈവപുത്രൻ വിശ്വസിക്കാൻ ഞാൻ മതി, ഈസാ നബിയെ രക്ഷിക്കണേ നിങ്ങൾ എത്രയും പറഞ്ഞോളി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതോ? ഏത് ഹദീസിലാണുള്ളത്? തന്നെ ഈസാ നബിയെ നമ്മൾ വിളിക്കുമ്പോ ദൈവം എന്ന് വിചാരിക്കാൻ ഞാൻ മതി, അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് വിചാരിക്കാൻ ഞാൻ മതി. അത് വിചാരിക്കാതെ ഈസാ നബിയെ കാക്കണേ, കർത്താവായ യേശുവെ കാക്കണേ എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞോളി. കർത്താവ് എന്ന് പറയണ്ട, ദൈവപുത്രൻ എന്നും പറയണ്ട, പിന്നെ ഈസാ നബിയേ എന്ന് പറഞ്ഞാ മതി. അതന്നെയാണ് ശിർക്ക്, തൊട്ട് കാണിക്കാവുന്ന ശിർക്ക്. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അവർ വിളിച്ചു തേടി, യാത്തയെ വിളിച്ചു തേടി. യാത്തൊരു സാലിഹായ മനുഷ്യനായിരുന്നു. അത് അസ്മാഉ റിജാലിൻ സാലിഹീന ഫീ ഖൗമി നൂഹ്, നൂഹ് നബിയുടെ സമുദായത്തിലെ സാലിഹീങ്ങളായ ചില ആളുകളുടെ പേരുകളാണത്. അവർ മരിച്ചപ്പോൾ അവരിയ്ക്കുന്ന സ്ഥാനത്ത് പ്രതിഷ്ഠകൾ വെക്കുവാൻ വേണ്ടി പിശാച് അവർക്ക് ഉത്ബോധനം നൽകിയെന്ന് ആരാണ് പഠിപ്പിക്കുന്നത്? ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അപ്പൊ സാലിഹീങ്ങളുടെ പേരാണത്. സാലിഹീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, നബിമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അതാണ് ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ച് പ്രാർത്ഥിച്ച അബൂജഹലും മുത്തുബത്തും ശൈബത്തും ഒക്കെ ശിർക്കാണ് ചെയ്തതെങ്കിൽ അതിന് തുല്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ശിർക്ക് വരാതിരിക്കൂല. മുസ്ലിം സമുദായത്തിൽ ശിർക്ക് വരില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നാശകരങ്ങളായ 7 പാപങ്ങളെ നിങ്ങൾ പാടെ വർജിക്കണം. ഒന്നാമത്തേതാ അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് വെക്കലാണ്. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കുകളിൽ ഉൾപ്പെട്ടു പോകരുത്. മുസ്ലിമീങ്ങൾ ശിർക്ക് സംഭവിക്കുമെന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടില്ലേ? മുസ്ലിമീങ്ങളുടെ വിഭാഗം മുശ്രിക്കുകളുടെ ആചാരങ്ങളോട് ചേരും, മുശ്രിക്കീങ്ങളോട് തന്നെ ചേരും. എന്റെ സമുദായത്തിൽ വിഭാരാധനപരമുണ്ടാകുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടില്ലേ? എന്ന് മാത്രമല്ല, ഇതാ അന്ത്യപ്രവാചകര പ്രവചനങ്ങൾ കോടമ്പുഴ ബാബ മൗലവി SYS ബുക്സാണ്. ഇതിന്റെ
109-ാമത്തെ പേജിൽ മുസ്ലിങ്ങൾ ശിർക്കിലേക്ക് വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവത്വത്തിൽ അധിഷ്ഠിതമാകുന്നു ഇസ്ലാം. ഏതോ ആളുകള് ഏതോ ബിംബാരാധന നടത്തുമോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല ഇവിടെ വിഷയം. നമ്മൾ ബിംബാരാധന പറ്റിയല്ല ഇവിടുത്തെ ചർച്ച. നമ്മളിവിടുത്തെ ചർച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവർ യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ് എന്നിങ്ങനെ വിളിച്ച് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ചാൽ ശിർക്കാവോ ഇല്ലെന്ന ബിംബാരാധന ശിർക്കാവോ എന്ന് പറയാൻ നമ്മളിവിടെ തർക്കം കൂടാൻ കൂടുവോ മൗലവി? നിങ്ങൾ അത് മനസ്സിലാക്കണ്ടേ? അതല്ല ഇവിടുത്തെ വിഷയം. ഓടമ്പഴ ബാബ മൗലവി ചെയ്ത് ബുക്കിലുണ്ടല്ലോ എന്തുണ്ട് ബിംബാരാധന ശിർക്കാണോ? അതിലെ കാര്യക്കാ തർക്കം. യാ നബിയല്ലാഹ് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിച്ച വല്ലവരും വിളിച്ചിട്ടുണ്ടോ? ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനാണെന്ന വിശ്വാസത്തിന് വിളിച്ചു. യഖൂലൂന ബിഅഫ്വാഹിഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. അല്ലാഹുവിന് പുത്രനുണ്ടെന്ന വാദം, ആ വാദത്തെ ഖുർആൻ പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. ആർക്കാണ് ഇവിടെ തർക്കം? യാ നബിയല്ലാഹ് അല്ലാഹുവിനെ നബിയാണെന്ന് വിശ്വസിച്ച് വിളിച്ചതിനെ സംബന്ധിച്ചാണോ? സാലിഹീങ്ങളെ പേരായിരുന്നു പണ്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചവര്. അവർ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ സാലിഹീങ്ങളെ പേരായിരുന്നു. സാലിഹീങ്ങളെ പേരാണ് പിടിക്കാത്തത്. സാലിഹീങ്ങളെ പേരിൽ അവർ ദൈവമാണെന്നാ വിശ്വസിച്ചത്. ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാൽ ശിർക്കാണ് ആർക്കാ തർക്കം? ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് വിശ്വസിച്ച് വിളിച്ചാൽ ശിർക്കാണ് ആർക്കാ തർക്കം? അത് വിളിക്കേണ്ട ആവശ്യമില്ല. അത് വിശ്വസിക്കുമ്പോൾ തന്നെ ശിർക്കായി. വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലല്ലാത്ത വേറൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് തീരുമാനം ശിർക്കായി. അല്ലല്ലാത്ത വേറെ ഒരാളെന്നാൽ എന്തെങ്കിലും ഒരു ഗുണമുള്ളവരുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ ശിർക്കായി. ഇല്ലെന്നാ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല നമ്മളെ തർക്കം. നമ്മളെ തർക്കം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. ഇത് വിശ്വസിച്ച് ഉറപ്പിച്ച് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന മുസ്ലിം അള്ളാഹുവിന്റെ റസൂലാണെന്ന നിലക്ക്, അള്ളാഹുവിന്റെ വലിയാണെന്ന നിലക്ക് വിളിച്ച് മഹാന്മാരെ വിളിച്ച് സഹായം ചോദിച്ചാൽ ശിർക്കാകുമെന്നതിനൊരൊറ്റ ആയത്ത് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്കൊരു തെളിവ് ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഹ് ഉണ്ടോ ഹീ ഇല്ലേ ഒരു ചർച്ചയാ. ഹൂ ഉണ്ടായാലും ഇല്ലെങ്കിലും ശിർക്കാവൂല ഞാൻ പറഞ്ഞത്. ഹൂ ഉണ്ടായാലും ഇല്ലെങ്കിലും ശിർക്കാവൂല. യാ മുഹമ്മദ് എന്ന് ഹീ ഇല്ലാതെ തന്നെ ഇവര് തെങ്ങിന്റെ ഗ്രന്ഥത്തിലുണ്ട്. ഞാനിവിടെ തെളിയിക്കും. നിങ്ങൾ കിതാബുൽ ഗുനിയത്തിൽ എങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഇല്ലാതെ നിങ്ങൾ നിഷേധിച്ചാൽ ഇവിടെ വെക്കും ഞാൻ കിതാബ്. കിതാബുൽ ഗുനിയത്തില് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആളുകൾ പോയി വിളിച്ച് സഹായം ചോദിക്കണം എന്ന് പറയുന്ന വിഷയം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞ കിതാബ് ഞാൻ ഇവിടെ ഹാജരാക്കും. നിഷേധിക്കാൻ തയ്യാറുണ്ടോ? മുഹയ്യിദ്ദീൻ ശൈഖ് കിതാബിൽ ഇല്ല എന്ന് നിഷേധിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഇമാം നബവി മുശ്രിക്കാണോ? മുഹയ്യിദ്ദീൻ ശൈഖ് ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? അത് അദബുൽ മുഫ്രദിലാണ്. അദബുൽ മുഫ്രദിൽ പ്രചരിപ്പിക്കാൻ പറ്റുമോ ശിർക്ക്? അദബുൽ മുഫ്രദിൽ ശിർക്ക് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഏത് ഖുർആനിലുള്ളത്? അതുകൊണ്ട് ഇമാം ബുഖാരി മുശ്രിക്കാണോ? ഇബ്നു ഹജർ അസ്ഖലാനി മുശ്രിക്കാണോ? ഇമാം നവവി മുശ്രിക്കാണോ? മുഹയ്യിദ്ദീൻ ശൈഖ് മുശ്രിക്കാണോ? എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ഇനിയും ആവർത്തിക്കുന്നു. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഏതെങ്കിലും ആളുകളെ വിളിച്ചു തേടി, അത് ഏത് ദൈവങ്ങളെ വിളിച്ചു തേടിയ ഏതെങ്കിലും ഒരു മുശ്രിക്ക്, അറേബ്യൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഒരൊറ്റ മുശ്രിക്കിന്റെ പേര് പറയാമോ എന്നാ ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയ, പ്രഖ്യാപിച്ചുകൊണ്ട് തേടിയ ഒരൊറ്റ മുശ്രിക്കിന്റെ പേര് പറയാം. ഒരൊറ്റ ഒരാളെ പേരാ ചോദിച്ച്. 19 കൊല്ലായില്ലേ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രതീക്ഷിച്ച് നടക്കുന്നു? ഒരാളെ പേര് പറയാമോ എന്നാ ചോദ്യം. ഈ മഹാന്മാര് മുശ്രിക്കുകളാണോ എന്നാ ചോദ്യം. അവരുടെ കിതാബുകളിൽ അത് ഇല്ലാന്ന് നിഷേധിക്കൂ. ഞാൻ കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇവിടെ വെച്ച് ഹാജരാക്കും. ഇല്ലെന്ന് നിഷേധിക്കൂ. ഇല്ലാന്ന് ഉറപ്പിച്ച് പറയൂ നിങ്ങൾ, ഞാൻ ഹാജരാക്കും. നിങ്ങൾ ഇതുവരെയും ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാണ്. സംവാദത്തിന് വേണ്ടി ഞാൻ 25 കൊല്ലമായി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇവിടെയാണ് ഇതിന് അവസരമുണ്ടാകും. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറയാം. ഇമാം നവവി മുശ്രിക്കാണോ? മുഹയ്യിദ്ദീൻ ശൈഖ് മുശ്രിക്കാണോ? അതെ. ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ച ആളാണോ? അത് കിതാബ് അദബുൽ മുഫ്രദിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അതേ അറിയേണ്ടത്. ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഒരു ദുർബല ഹദീസ് എടുത്തു കൊടുത്തതിന്റെ പേരിലാണ് ഇമാം ബുഖാരി ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന് മുസ്ലിയാരെ നിങ്ങൾ പറയുന്നത്. ഇമാം ബുഖാരിയുടെ പേരിൽ കളവ് പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സനദ് കൊടുത്തിട്ടുണ്ട്. ആ സനദിലുള്ള അബൂ ഇസ്ഹാഖ് സബീഇ മുദല്ലിസാണ്. മുദല്ലിസിന്റെ അന്യാനത്തുള്ള സനദ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ ദിമ്മത്ത് നട്ട ഉത്തരവാദിത്വം തീർന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അത് സഹിയാണെന്ന്? ഇതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ദുർബലമായ ഒരു ഹദീസാണ് അദ്ദേഹം എടുത്തു കൊടുത്തത്. അതുകൊണ്ട് ആ സഹീഹ് ബുഖാരിയിൽ അദ്ദേഹം എടുത്തു കൊടുക്കാത്തത്. അദബുൽ മുഫ്രദിൽ സഹീഹും ഉണ്ട്, ലഈഫും ഉണ്ട്.
സഹീഹുമുണ്ട് ലഈഫുമുണ്ട് എന്താ പിന്നെ ഉദ്ധരിച്ചത്? അതിനാണ് സനദ് തരുന്നത്. സനദ് തന്നാൽ ഇത് അതാ ഈ സനദിലൂടെ എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അതിൽ ഇസ്തിഗാസയില്ല. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ പേര് പറയുക. അപ്പൊ മുഹമ്മദ് എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഉദ്ധരിച്ച യാ മുഹമ്മദ് ഹാ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞതാ. നിങ്ങൾ അതിൽ ഇസ്തിഗാസയുണ്ടെന്ന് വരുത്തി തീർക്കാൻ മുല്ലാലിയിൽ കാരിയെ പിടിച്ചപ്പോ തൊട്ടപ്പുറത്തെ വാചകം ഞാൻ വായിച്ചു. അവിടെ ഇസ്തിഗാസല്ല മുസ്ലിയാരെ, അവിടെ യാ മുഹമ്മദ് എന്ന് നുതുബയാണ്. യാ എന്ന ആദ്യവും ആ അവസാനവും പറഞ്ഞാൽ നുതുബയാണത്. നുതുബയിൽ ഒരിക്കലും തന്നെ പ്രാർത്ഥനയില്ല. നുതുബയിൽ പ്രാർത്ഥനയില്ല. നിങ്ങൾ ഇവിടെ 3 എണ്ണം വായിച്ചു. 3 എണ്ണത്തിൽ ഇബ്നു സുന്നിയുടെ 2 റിവായത്ത്, 2ഉം കള്ള റിപ്പോർട്ട്, 2ഉം തെളിവിന് കൊള്ളാത്തത്. പ്രമാണം ഒന്ന് വായിച്ചു നോക്കണമെന്ന് മുസ്ലിയാരോട് പറയാൻ. ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ പ്രമാണം സഹീഹായ ഹദീസ്. ഞാൻ ഇത്ര തവണ പറഞ്ഞിട്ടും അബൂ ഇസ്ഹാഖ് സബീഇ എന്ന മുദല്ലിസിന്റെ റിവായത്ത്, മുദല്ലിസായ റാവി അന്യായത്തോടെ ഉദ്ധരിച്ചത്, തെളിവിന് കൊള്ളാത്തത്, അതാണ് ഇവിടെ ഉദ്ധരിച്ചത്. അബൂ ഇസ്ഹാഖ് സബീഇ മുദല്ലിസായ എന്നതിൽ നിങ്ങൾക്ക് വാദമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് സംസാരിക്കാം. അതുകൊണ്ട് ഇമാം ബുഖാരി മുശ്രിക്കാണോ നവവി മുശ്രിക്കാണോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നത്, അവരാരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചത് അവർക്ക് വിശ്വാസയോഗ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഏതെങ്കിലും സഹിയായ ഹദീസ് ഉദ്ധരിച്ച് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് അവർ പറഞ്ഞതും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ മാത്രമേ അവർ ശിർക്ക് പ്രചരിപ്പിച്ചു എന്ന നിങ്ങളുടെ വാദത്തിന് അർത്ഥമുള്ളൂ. റസൂലുള്ളാഹിന്റെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച ഒരാളെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മുശ്രിക്കുണ്ടോന്നാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ഒരൊറ്റ സഹാബി അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കൂലെന്നല്ലേ ഞങ്ങളും പറയുന്നത്. ഒരൊറ്റ സഹാബി വിളിച്ചിട്ടില്ല. റസൂലിന്റെ കാലത്ത് വരുമ്പോ സഹാബികളാണല്ലോ. ഒരൊറ്റ സഹാബിയും മരിച്ചവരെ വിളിച്ച് നേടിയിട്ടില്ല. അള്ളാന്റെ റസൂല് എത്ര ദുആ ഇവിടെ പഠിപ്പിച്ചു അല്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോ നമുക്ക് ദുആ, പള്ളി പ്രവേശിക്കുമ്പോ ദുആ, പുറത്തു വരുമ്പോ ദുആ, കക്കൂസ് പോകുമ്പോ ദുആ, പുറത്തു വരുമ്പോ ദുആ, പുതിയ വസ്ത്രം ധരിക്കുമ്പോ ദുആ, മാസപ്പിറവി കണ്ടാൽ ദുആ. ഒരൊറ്റ ദുആയും മരിച്ചുപോയ അമ്പിയാക്കളോടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടക്കുമ്പോഴും ദുആ എല്ലാം അല്ലാഹുവിനോടാണ്. അതുകൊണ്ട് ഒരൊറ്റ സഹാബിയും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് എതിരാകുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. പിന്നെ പറയുന്നത് ബിംബാരാധനയല്ല നമ്മളെ ചർച്ച. ബിംബാരാധനയിലേക്ക് തന്നെയാണ് നമ്മളെ ചർച്ച. ബിംബം ബിംബം എന്ന് പറഞ്ഞ കൂണുപോലെ പൊട്ടിമുളക്കണതല്ല. അതിനാണ് ഞാൻ വത്തിന്റെ സുവായി കാര്യമെടുത്തത്. അസ്മാഉൽ സാലിഹീന ഫീ ഖൗമി നൂഹ്, നൂഹ് നബിയുടെ ജനതയിലെ സാലിഹീങ്ങളായ മനുഷ്യന്മാരെ പേരാത്. അവർ മരിച്ചപ്പോൾ അവരിയ്ക്കുന്ന സ്ഥാനത്ത് ആ പ്രതിഷ്ഠ വെക്കാൻ വേണ്ടി പിശാച് കൽപ്പിച്ചു. ആ തലമുറയിൽ അത് ആരാധിക്കപ്പെട്ടില്ല. എന്തിനു വേണ്ടിയാണ് പ്രതിഷ്ഠ വെച്ചത്? ഓർക്കാൻ വേണ്ടി. ആ വിഷയം തേഞ്ഞു മാഞ്ഞപ്പോൾ അടുത്ത തലമുറയിൽ ആരാധിക്കപ്പെട്ടു. അപ്പൊ മഹാന്മാർ ആരാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബിംബമുണ്ട്, നിങ്ങളുടെ ബിംബമാണ് കടത്തിയിട്ട ജാറം. ബിംബാരാധന തന്നെയാണ് ചർച്ചാ വിഷയം. ബിംബാരാധന ചർച്ചാ വിഷയമല്ലെന്ന് പറയണ്ട. മക്ക മുസ്ലിംകൾ ബിംബങ്ങൾ ആരാധിച്ചത് ബിംബമാകുന്ന കല്ല് സഹായിക്കും, അല്ലെങ്കിൽ ബിംബമാകുന്ന മരം സഹായിക്കും എന്ന വിശ്വാസത്തിലല്ല. കല്ലുകൊണ്ടും മരം കൊണ്ടും കൊത്തിയുണ്ടാക്കപ്പെട്ട ബിംബം മഹാന്മാരുടെ പേരിൽ സ്ഥാപിച്ചതാണ്. ആ മഹാന്മാർ ഞങ്ങൾക്ക് അല്ലാഹുവിനടുക്കൽ ശുപാർശ ചെയ്യും, ഞങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും എന്ന വിശ്വാസത്താലാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. അതിനാണ് നിങ്ങളും പറയുന്നത് അല്ല ട്രാൻസ്ഫോർമർ പോലെയാണ്, നമുക്ക് നേരിട്ട് ചേർക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഇവരോട് ചേർക്കുക, അവരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ും അമർത്തങ്ങളൊന്നും അല്ലാഹുവിനെ പോലെ അള്ളയെ ഞങ്ങൾ വിശ്വസിക്കില്ല. ഓലൊക്കെ നമുക്ക് ശഫാഅത്ത് ചെയ്യും അല്ലാഹുവിന്റെ അടുത്ത്. എന്റെ മുരീദിന് ഞാൻ ശാഫി എന്നോവർ, അതാങ്ങളുടെ വാദം. അതുകൊണ്ട് ബിംബാരാധന ചർച്ചയല്ല എന്ന് പറയണ്ട. പിന്നെ ഈസാ നബി, മലക്കുകള്, ജിന്നുകള് അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? ഫലാ യംലികൂന കശ്ഫൻ ദുരി അൻകും വലാ തഹ്വീല. നബിയാന്ന് വിശ്വസിച്ചാൽ കഴിയും, അത് ദൈവാന്ന് വിശ്വസിച്ചാൽ കഴിയൂല. അങ്ങനെയുണ്ടോ? അല്ലാഹുവിന്റെ പുറമെ സഹായികളെന്ന് നിങ്ങൾ വിചാരിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നി ലാ അംലികു ലിനഫ്സി, എന്റെ ശരീരത്തിന് തന്നെ ഞാൻ അധീനപ്പെടുത്തുന്നില്ല, ഉടമയാക്കുന്നില്ല. ദർറൻ വലാ നഫ്അ, ഉപകാരവും ഉടമയാക്കുന്നില്ല, ഉപദ്രവവും ഉടമയാക്കുന്നില്ല എന്ന് പറയാൻ പറഞ്ഞതുമൊക്കെ ഖുർആനിലില്ലേ? അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ശരീരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു എവിടെയും പോകാൻ കഴിയില്ല, ദേവത്തെ നടത്താൻ കഴിയില്ല എന്നാണോ? അതിന്റെ അർത്ഥം ഉടമയാക്കുന്നില്ല എന്ന്. ന്യായം ലിക്കൂന, അവരുടമയാക്കുന്നില്ല. അതും ആർക്ക്? ലക്കും, നിങ്ങൾക്ക്. നിങ്ങൾ ആരാ? അള്ളേ ദൈവമാണെന്ന് വിശ്വസിച്ചവർ. ദൈവമാണെന്ന് വിശ്വസിച്ചവർക്ക് അവരെന്ത് ചെയ്തു കൊടുക്കും? ഒന്നും കൊടുക്കൂല.
നേരെ മറിച്ച് അല്ലാഹുവിന്റെ നബിയാണെന്ന് വിശ്വസിച്ചവർക്ക് ഒന്നും കൊടുക്കുകയില്ലെന്ന് ഖുർആൻ എവിടെയുള്ളത്? ദൈവമാണെന്നോ ദൈവത്തിന്റെ ഗുണമെന്തെന്നോ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചവർക്ക് അവരൊന്നും ചെയ്തു കൊടുക്കൂല. ആർക്കും തർക്കമില്ലാത്ത വിഷയങ്ങൾ വലിച്ചിടില്ല. നിങ്ങൾ ചോദ്യത്തിന് മറുപടി വരാം. ബിംബാരാധന നമുക്ക് തർക്കമുള്ള വിഷയമല്ല. നമ്മളിവിടെ ഒരു വ്യവസ്ഥ ചെയ്തിട്ടാ വാദപ്രദാനം നടത്തുന്നത്. ബിംബാരാധന ശിക്കാണോ അല്ലേ എന്ന് പറയാൻ നമ്മളിവിടെ വാദപ്രദാനത്തിന് വന്നത് അല്ല. നമ്മളെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന മുസ്ലിം അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നേടി, നബിയാണ് ഒലിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നേടി. അങ്ങനെ നേടുന്നത് ശിർക്കാണെന്ന് നിങ്ങൾ ഒരൊറ്റായ തോന്നിയിട്ടില്ല, ഒരൊറ്റ ഹദീസ് തോന്നിയിട്ടില്ല. നിങ്ങൾ ഓതിയതൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തത് ശിർക്കാണെന്ന് പറയുന്ന ആയത്താ. അതെ, യക്ഫുറൂന ബിശിർക്കിക്കും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കാതെ വിളിച്ചവരും പറഞ്ഞവരും ആരാധിച്ചവരുമാണ്. യഅ്ബുദൂന അവർ ആരാധിച്ചവരാണ്. ഞങ്ങളതല്ല, ഞങ്ങൾ ഇസ്തിഗാസ ചെയ്തവരാ. അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മൾ വിളിച്ച് സഹായം തേടണം എന്ന് അവിടുത്തെ കിതാബുൽ ഉന്നത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉന്നത്താണിത്. നിഷേധിക്കുന്നില്ല. നിഷേധിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ തുറന്നു കാണിക്കും. നിഷേധിക്കുന്നില്ല. അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനിയുടെ സ്വന്തം കിതാബ്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു. സ്വന്തം കിതാബാണ് എന്റെ കയ്യിലുള്ളത്. നിങ്ങളതില്ലെന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഇമാം നബവി ബുഖാരിക്ക് ശറഹ് എഴുതി, മുസ്തശ്ഫിഅൻ ബിറസൂലില്ലാഹി, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കൊണ്ട് ഞാൻ ബുഖാരിക്ക് ശറഹ് എഴുതുന്നു. മുശ്രിക്കാണോ? ശിർക്കാണോ? ഇബ്നു ഹജർ മുശ്രിക്കാണോ? ഇമാം നബവി മുശ്രിക്കാണോ? മുഹയ്യിദ്ദീൻ ശൈഖ് മുശ്രിക്കാണോ? ഈ ചോദ്യത്തിന്, ഈ അവസരം മുഴുവൻ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. പറയാൻ ഖിയാമത്ത് നാൾ വരെ സാധ്യമല്ല. രണ്ടാമതായി ഞാൻ ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഒരൊറ്റ മുശ്രിക്കിന്റെ പേര് പറയാമോ? നിങ്ങൾക്കൊരാളെ പേര് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ ഓരോ മഹല്ലത്തിലും ഭിന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരാശയമുണ്ടാക്കി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത ആളാണെന്ന് പറഞ്ഞ് അന്ന് ഖവാരിജികൾ പുറത്തിറങ്ങി. അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അത് ബുഖാരിയിലുണ്ട്, സഹീഹുൽ ബുഖാരിയിലുണ്ട്. അവർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അവിശ്വാസികളെ സംബന്ധിച്ചിറങ്ങിയ ആയത്തുകൾ ജഅലൂഹാ അലൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളെ തലയിൽ വെച്ച് കെട്ടി. ആ ഖവാരിജിന്റെ അതേ ആശയമാണ് നിങ്ങൾ എന്നാ ഞാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ ചോദ്യത്തിന്റെ മറുപടി പറയണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? മുജാഹിദിന്റെ സർവ്വമൗലമാരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി വേറെയും വാദപ്രകാരങ്ങൾ വരുന്നുണ്ട്, വരണം. ഞാൻ ചോദിക്കാണ്, ഇതിന് മറുപടി പറയണം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിച്ച ഒരൊറ്റ മുശ്രിക്ക് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായതായി തെളിയിക്കാമോ? ചോദ്യമാണ്. മറ്റൊരു ചോദ്യം ചോദിച്ചത് ഇമാം നവവിയുടെ കിതാബിലുണ്ട്. നിഷേധിക്കാൻ തയ്യാറുണ്ടോ? മുഹയ്യിദ്ദീൻ ശൈഖ് ഉന്നത്തിന്റെ കയ്യിലുണ്ട്. ഇല്ലെന്ന് പറയാൻ തയ്യാറുണ്ടോ? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുശ്രിക്കാണോ? ഇമാം നവവി മുശ്രിക്കാണോ? മുസ്ലിയാരെ കിതാബൊന്നും കാട്ടി പേടിപ്പിക്കണ്ട. വായിക്കാത്തെന്താ? ഒഞ്ഞെടുത്ത് പൊന്തിച്ചാണിച്ച പോരാ. ഇതാ ഇന്ന പേജിൽ ഇതാണെന്ന് വായിക്കണം. അതവന് മുപ്പതിലുണ്ട് എന്നല്ലോ. അപ്പ ഇവന്ന് വിട്ട്, അപ്പ ചാടി ഇബിനു സുന്നീക്ക്, അയിമൊന്നും വിട്ടു, പിന്നെയും ചാടി ഇബിനു സുന്നീക്ക്. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂല. നേർക്ക് നേരെ എനിക്കിപ്പോ തെളിയിക്കാൻ കഴിയൂല. പിന്നല്ല ഞങ്ങളെ മുമ്പിൽ ഇതിനെന്നെ വാദപ്രതിവാദം. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാദപ്രതിവാദത്തിന്റെ പ്രധാന ഉദ്ദേശം ഇവിടെ വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നബിന്റെ കാലത്തെ മുശ്രിക്കീങ്ങൾ മൂമിനാണോന്നാ നമ്മൾ തമ്മിലുള്ള തർക്കം തന്നെ. സഹാബികളുടെ മുശ്രിക്കുണ്ട് ഞങ്ങളെന്നെ പറഞ്ഞതോ? റസൂലുള്ളാഹിന്റെ കാലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച മുശ്രിക്കുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച ആളാരെ സഹാബിയാ. സഹാബി മുശ്രിക്കാൻ ഞങ്ങളെന്നെ പറഞ്ഞതോ? ഇല്ലാത്ത വാദം പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചു വലിയ ആളായിന്ന് അതൊക്കെ ആളുകൾ മുമ്പിൽ നടക്കും. ഇവിടെ അത് ശരിയാവില്ല മുസ്ലിങ്ങളെ. പിന്നെ മുസ്ലിമീങ്ങളിൽ ബിംബാരാധന ഉണ്ടാകുമെന്ന് കോടമ്പുഴ ബാവ മുസ്ലിയാറിന്റേത് ഞാനിവിടെ വായിച്ചു. ശരി, അത് നിങ്ങൾ സമ്മതിക്കണ്ടല്ലോ. ഒരു മുസ്ലിമീൻ ബിംബത്തെ ആരാധിച്ചാൽ തെറ്റാണ്. നിങ്ങൾ ഏതായത്താ ഓതുക? ഏതായത്തോതിയാലും പറയും അത് അബൂജഹലിനെ പറ്റി ഓതിയ ഇറങ്ങിയ ആയത്തല്ലേ. അബൂജഹല് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ആള് റസൂലിന്റെ കാലത്ത് ബിംബാരാധന നടത്തിയോ? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ വിശ്വസിച്ചുകൊണ്ടാണ് ബിംബാരാധന നടത്തുന്നത് അല്ലേ? ഇതൊക്കെ ഓടാൻ പറ്റും? ഏതായത്തങ്ങൾ ഓതുക? വെറുതെ ആളുകളെ മുമ്പിൽ പൊട്ടിച്ചാക്ക. മാത്രല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടോ ദൈവത്തിന്റെ ഏതെങ്കിലും ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടോ, ഗുണമുണ്ട് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. ആരാണ് ഔലിയാക്കൾ എന്ന പേരിൽ PK മൊയ്യദ്ദീൻ മുസ്ലിയാർ CM സ്മരണികയിൽ എഴുതിയത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. കേട്ടോളി, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും
കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ ഗുണം വന്നോ? അള്ളാഹുവിന്റെ ഗുണം പോലെയുള്ള ഗുണമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടതോഴൻ മാളിയക്കൽ സുലൈമാൻ സക്കാഫി മണ്ണാർക്കാട് സംവാദത്തിൽ ഇതുണ്ടായിരുന്ന ആളാണ് ഇപ്പൊ കാണില്ല. സഹോദരൻ അലവിവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഒന്ന് കേൾക്കട്ടെ. അള്ളാഹുവിനെ പോലെ കാണുമെന്നോ കേൾക്കുമെന്നോ ഒരു വലിയനെ കുറിച്ച് പറയുന്നത് ശിർക്കാവുകയില്ല. ഇതിന്റെ 10-ാം പേജിലാണ്. അപ്പൊ ദൈവമാണെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താ? അള്ളാന്റെ വിശേഷം പോലെ വിശേഷം ആർക്കുമില്ല. അള്ളാന്റെ പ്രവൃത്തി പോലത്തെ ഒരു പ്രവൃത്തിയുമില്ല. അതങ്ങനെ ഒറ്റപ്പെട്ട എഴുത്തല്ലേ? അല്ല. ജീലാൻ സപ്ലിമെന്റില് കൊണ്ടോട്ടിയിൽ ഞങ്ങളോട് സംവാദത്തിന് വന്ന, അതുപോലെ തന്നെ നിങ്ങൾ കാസറ്റ് ഇറക്കാൻ മടിക്കുന്ന കൈപ്പമംഗലം സംവാദത്തിന് വന്ന മൊയ്യദ്ദീൻ കുഴിപ്പുറം എഴുതി. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അപ്പൊ അള്ള കേൾക്കുന്ന പോലെ കേൾക്കും. ഇങ്ങനെ വന്നാൽ ശൈഖബറുകൾക്കും കേൾക്കാൻ സാധിക്കുമെന്നതിൽ സംശയത്തിനിടമില്ല. അപ്പോൾ അള്ളാഹു സഹായിയാകുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. അപ്പൊ അള്ള കേൾക്കും പോലെ കേൾക്കും, അള്ള കാണും പോലെ കാണും, അള്ള സഹായിക്കും പോലെ സഹായിക്കും. ഇത് പറഞ്ഞാൽ ശിർക്കാണെന്ന് നിങ്ങളെ ഉസ്താദുമാർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിടിച്ചോ, തൗഹീദ് ഒരു സമഗ്ര പഠനം. സമഗ്ര പഠനത്തിന്റെ 38-ാം പേജിൽ അള്ളാഹുവിന്റെ സത്ത പോലെ മറ്റൊരു സത്തയുണ്ടെന്ന് വിശ്വസിക്കൽ മറ്റൊരു ഇലാഹിൽ വിശ്വസിക്കലാണ്. അപ്രകാരം അള്ളാഹുവിന്റെ ഗുണങ്ങളെപ്പോലെ ഗുണങ്ങളുള്ളവരുണ്ടെന്നോ അവന്റെ പ്രവൃത്തികളെപ്പോലെ പ്രവൃത്തികളുള്ളവരുണ്ടെന്നോ വിശ്വസിക്കൽ അള്ളാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകളെ അംഗീകരിക്കലാവും. അങ്ങനെ ഇലാഹുകളില്ലെന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. നിങ്ങൾ ഏത് തൗഹീദിലാണ് വിശ്വസിച്ചത്? നിങ്ങൾ ഏത് ശിർക്കാ സമുദായത്തെ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ സത്ത പോലത്തെ സത്തയുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്ക്, അതുപോലെ അള്ളാഹിന്റെ ഗുണം പോലത്തെ ഗുണമുണ്ടെന്ന് വിശ്വസിച്ചാലും ശിർക്കാണെന്ന്, അത് ഇലാഹാക്കലാണെന്ന് തൗഹീദ് സമഗ്ര പഠനത്തിന്റെ 38-ാം പേജിൽ നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അഹ്ലുസുന്നയുടെ ഒരു ആദർശമെന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എഡിറ്റ് ചെയ്ത അതുകൂടി ഞാൻ ഇവിടെ വായിക്കുകയാണ്. അദ്ദേഹം ആ പുസ്തകത്തിന്റെ 87-ാം പേജിൽ പറയുന്നു, ഇതാ, അള്ളാഹുവിന്റെ ദാത്ത് പോലെ മറ്റൊരു ദാത്തുമില്ലെന്ന വിശ്വാസം തൗഹീദിന്റെ അന്തിമ രൂപമല്ല. അതോടൊപ്പം വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അള്ളാഹു ഏകനാണെന്നത് അതിന്റെ അനുപേക്ഷണീയമായ ജൈവ ഘടകമാണ്. അള്ളാഹിന്റെ വിശേഷം അള്ളാഹ്ക്ക് മാത്രമുള്ളൂ, അള്ളാഹിന്റെ പ്രവൃത്തി അള്ളാഹ്ക്ക് മാത്രമുള്ളൂ. ഇനിയും പറയാണ്, ഒന്നുകൂടി വിശദീകരിച്ചാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ പോലെ മറ്റൊരു ശക്തിക്ക് പ്രവർത്തിക്കാനാവും, അവന്റെ വിശേഷങ്ങൾ പോലെ മറ്റാർക്കെങ്കിലും ഉണ്ടാവുമെന്ന വിശ്വാസം എഴുതി വെച്ചോളി. ദാത്തിൽ ഏകത്വം കരുതിയാൽ പോലും ശിർക്കാണാവുക. അള്ളാഹു ദാത്തിൽ ഒന്നല്ലുള്ളൂ, ഒരൊറ്റ ആളല്ലുള്ളൂ. പക്ഷെ അള്ളാഹിന്റെ കൈപോലത്തെ ചില കഴിവ് ഔലിയാക്കന്മാർക്കുണ്ട്, അമ്പിയാക്കന്മാർക്കുണ്ട് എന്നത് ശിർക്കാണ്, പച്ച ശിർക്കാണെന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചു. ഒരു വശത്ത് നിങ്ങൾ ശിർക്കാണെന്ന് പറയുന്ന കാര്യം മറുവശത്ത് നിങ്ങൾ ജീലാൻ സപ്ലിമെന്റിലും സിഎം സ്മരണികയിലും പറഞ്ഞു. ഇതാ ഞങ്ങളും നിങ്ങളും നമ്മൾ ഇതാ തർക്കം. സലഫി സുന്നി ഡിബേറ്റിന്റെ മർമ്മം ഇതാണ്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹിന്റെ സൃഷ്ടികളോട് ചോദിക്കുന്നു. അടുത്ത് നിസ്കാരത്തിനും ഭക്ഷണത്തിനും ശേഷം 2-ാം സെഷൻ 3 മണിക്ക്, കൃത്യം 3 മണിക്ക് ആരംഭിക്കുന്നതാണ്. പരിപാടി വീണ്ടും ആരംഭിക്കുകയാണ്. ദയവായി എല്ലാവരും ഇരിക്കണം. സദസ്സ് വളരെ അച്ചടക്കം കാണിക്കേണ്ടതാണ്. നമ്മുടെ വ്യവസ്ഥാ ലംഘനമായിട്ട് അച്ചടക്കത്തിൽ നേരിയ കുറവ് ആദ്യ സെഷനിൽ ഉണ്ടായിട്ടുണ്ട് സദസ്സിന്റെ ഭാഗത്തു നിന്ന്. അത്തരം രീതികൾ ഉണ്ടാകരുത്. കാരണം ഈ കമ്മിറ്റി നിബന്ധനകൾ കർശനമാക്കും, അതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഇരുവിഭാഗവും ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേരത്തെ നടന്ന സെഷനിൽ ചെറിയൊരു വീഴ്ചകൾ വന്നിട്ടുണ്ട് സദസ്സിൽ ചിലർക്ക്, അത് ആവർത്തിക്കരുത്. ദയവായി അത്തരം രീതിയിൽ കണ്ടാൽ ആ നിമിഷം തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വിഷയാവതരണം സുന്നി വിഭാഗം ആദ്യം.
മൈക്ക് ഓപ്പറേറ്റർ ഒരു മൈക്രോഫോൺ ഫിറ്റ് ചെയ്യുക. രണ്ടാം സെഷനിൽ രണ്ടാമത്തെ വിഷയത്തിന് വിഷയാവതരണം 15 മിനിറ്റാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലുള്ള സുന്നികളെയും സുന്നി പ്രസ്ഥാനത്തെയും മുശ്രിക്കാക്കുകയും കാഫിറാക്കുകയും ചെയ്യുന്നു എന്നതാണ് രണ്ടാമത്തെ വിഷയം. അത് സംബന്ധമായി വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ മനുഷ്യനെ കാഫിറാക്കുക എന്നത് അതീവ ഗൗരവമായി അതീവ ഗുരുതരമായി കാണുന്ന മഹാപാപമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധ വചനം മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുകയും അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന മുസ്ലിമായ മനുഷ്യർ, ആ മുസ്ലിമിനെ കാഫിറാക്കുക എന്നത് വിശുദ്ധ ഇസ്ലാം മഹാപാതകമായിട്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ഖാല അർ-റജുലു ലിഅഖീഹി യാ കാഫിർ ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ. ഒരു മനുഷ്യൻ അവനെ കുറിച്ച് കാഫിർ എന്ന് വിളിച്ചാൽ, അവൻ കാഫിറായ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ, രണ്ടിൽപ്പെട്ട ഒരു വ്യക്തി, അപ്പുറത്തുള്ളയാള് കാഫിർ അല്ലെങ്കിൽ കാഫിറല്ലാത്ത മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ വ്യക്തി കാഫിറാകുമെന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, വമൻ റമാ മുഅ്മിനൻ ബികുഫ്രിൻ ഫഹുവ കഖത്ലിഹി. ഒരു മുഅ്മിനായ മനുഷ്യനെ കുഫ്ർ കൊണ്ട് ഒരാൾ ആരോപിച്ചാൽ, കുഫ്ർ ആരോപണം നടത്തിയാൽ, ഫഹുവ കഖത്ലിഹി, ആ മുസ്ലിമായ മനുഷ്യനെ വധിക്കുന്നത് പോലെയാണ്, അവനെ കൊല്ലുന്നത് പോലെയാണ് എന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇസ്ലാമിന്റെ മഹത്തായ ഈ അധ്യാപനം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വിഭാഗം വിതഴികളും എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് ചരിത്രം പരതിയായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ കേരളത്തിലുള്ള മുജാഹിദ് സഹോദരങ്ങൾ അവരും ഇതിൽ നിന്നൊട്ടും പുറകിലല്ല എന്നതാണ് യാഥാർത്ഥ്യം. മുസ്ലിമായ മനുഷ്യർ, സുന്നികളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുന്ന മുസ്ലിമീങ്ങൾ, അവർ മുശ്രിക്കുകളാണെന്നും കാഫിറുകളാണെന്നും ശിർക്ക് ചെയ്യുന്നവരാണെന്നും ഒക്കെ വ്യക്തമായി കൃത്യമായി എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് കഴിഞ്ഞ ഇവിടെയുള്ള വിഷയാവതരണം കേട്ട ആളുകളോട് ഞാൻ പറയേണ്ടതില്ല. എങ്കിലും അവരുടെ ഔദ്യോഗികമായ രേഖകൾ എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം വ്യക്തികളെ പേരെടുത്തുകൊണ്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പൊതുവിലും കാഫിറാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അവരുടെ പ്രസിദ്ധീകരണമായ സൽസബി 1985 ഡിസംബർ ലക്കത്തിൽ വ്യക്തമായി അവർ എഴുതുന്നത് കാണാം, ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കപ്പെട്ടതും അള്ളാഹു ഹറാമാക്കി.
എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കൂട്ടനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആരെപ്പറ്റിയാണ് ഇവിടെ മുശ്രിക്ക് എന്ന് അള്ളാഹു പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സൽസബിയിൽ 955 ഡിസംബർ ലക്കത്തിൽ വളരെ വ്യക്തമായി ഈ കാര്യം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇനി നിങ്ങൾ നോക്കൂ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമുഖരായ 3 നേതാക്കളുടെ പേരെടുത്തുകൊണ്ടാണ് അവർ കുഫ്റാരോപണം നടത്തുന്നത്. ഇനി അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സുന്നികൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ ചെയ്യുന്ന സുന്നികൾ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് പരസ്യമായി എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. സൽസബിലാണ് എന്റെ കയ്യിൽ പുസ്തകമൊന്ന്, ലക്കം 3 അവർ തന്നെ പറയുന്നു. ആകയാൽ മുഹയ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നതുപോലെയുള്ള ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സുന്നികൾ ചെയ്യുന്ന കർമ്മമാണ്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിന്തുണയുള്ളതാണെന്ന് കഴിഞ്ഞ ഇവിടെയുള്ള സംവാദത്തിൽ നമ്മളത് തെളിയിച്ചതാണ്. ആ ഇസ്തിഗാസ പരിശുദ്ധ വചനത്തിനു ഘടകവിരുദ്ധമായ സംഗതിയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇസ്തിഗാസ കൊണ്ട് മനുഷ്യൻ കാഫിറാകുമെന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. അതായത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന ശിർക്കിന്റെ ആരാധനയാണത്. അപ്പൊ ഇസ്തിഗാസ ചെയ്യുന്നവൻ ശിർക്കിന്റെ ആരാധന ചെയ്യുന്നവനാണെന്ന് ഇതിന്റെ 10ാമത്തെ പേജിൽ പറയുന്നു. അങ്ങനെ ഇസ്തിഗാസ ചെയ്യുന്ന ആളുകൾ മുശ്രിക്കാണ്, ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, ഈ നിലയിൽ വിശ്വസിക്കുന്നവൻ കാഫിറല്ലെങ്കിൽ പിന്നെ ലോകത്തു കാഫിറുണ്ടോ? അബൂജഹലിനേക്കാളും ഭയങ്കര കാഫിറല്ലേ ഈ വിശ്വാസക്കാരൻ? അപ്പൊ ഇസ്തിഗാസ ചെയ്യുന്നയാള് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങളോട് എല്ലാർത്ഥത്തിലും ശാസ്ത്രവും കാണിച്ച അബൂജഹലിനേക്കാളും ഭയങ്കര മുശ്രിക്കാണ്, ഭയങ്കര കാഫിറാണ് സുന്നികളായ ഇസ്തിഗാസ ചെയ്യുന്നവർ എന്ന് ഈ പുസ്തകത്തിന്റെ 11ാമത്തെ പേജിൽ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അപ്പോൾ മുഹയ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം വിളിച്ചു തേടിയാൽ 4 വട്ടം കാഫിറാകും എന്നുള്ളതാണ് സത്യം. ഒരു തവണ വിളിക്കുമ്പോഴേക്ക് 4 തവണ കാഫിറാകും എന്നുള്ളതാണ് സത്യം. ഇസ്തിഗാസ വിശകലനം ചെയ്തു നോക്കിയാൽ ഈ യാഥാർത്ഥ്യം ഏതൊരാൾക്കും ബോധ്യമാകുന്നതാണ്. ഈ സൽസബീലിൽ ഇതിന്റെ 12ാമത്തെ പേജിൽ പറയുന്നു, നിർത്തുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അട്ടിയായി ശിർക്കുകളും കുഫറുകളും ഉൾക്കൊള്ളുന്നതാണ് ഈ ഇസ്തിഗാസ. ശിർക്കും കുഫറും ഇങ്ങനെ അട്ടിയായി നിലകൊള്ളുന്നതാണ് ഇസ്തിഗാസ. അത് ചെയ്യുന്ന മുസ്ലിമായ മനുഷ്യൻ അട്ടിയായി ശിർക്ക് ചെയ്തവരായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ പുസ്തകത്തിൽ അതിന്റെ 13ാമത്തെ 12ാമത്തെ പേജിൽ പറയുന്നു. ആ ഇസ്തിഗാസ സുന്നികൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ചെയ്യുന്നവൻ മുശ്രിക്കാണെന്നും അത് ചെയ്യുന്നവൻ കാഫിറാണെന്നും അബൂജഹലിനേക്കാളും കടുത്ത മുശ്രിക്കാണെന്നും ഈ വിഭാഗം ലിഖിതമായി ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനത് ദീർഘിപ്പിക്കുകയല്ല. മറ്റൊരു കാര്യം, സുന്നികൾ ചെയ്യുന്ന കർമ്മമാണ് നേർച്ച എന്നത്. നേർച്ചയെക്കുറിച്ച് എഴുതുന്നത് കാണാം, പരിശുദ്ധ വചനത്തിനു വിരുദ്ധമായ ഒന്നാണ് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കൽ. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ ഒരു ഖത്തം ഓതുക എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങൾ ചെയ്യുന്നതാണ്. മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ഖത്തം മുഴുവനായി ഓതുകയും അതിന്റെ പ്രതിഫലം മുഹയ്യിദ്ദീൻ ശൈഖിനും അതിന്റെ ഫലം നമുക്കും കിട്ടാൻ വേണ്ടി ഈ ഖത്തം പ്രതിഫലം നമുക്കും ഫലം മുഹയ്യിദ്ദീൻ ശൈഖിനും കിട്ടാൻ വേണ്ടി ഖത്തം നേർച്ചയാക്കുന്ന പരിപാടി സുന്നികൾ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നു, നേർച്ചയാക്കൽ കാഫിറാവാൻ നേർച്ചയാക്കലാണത്. അത് കാഫിറാവാൻ വേണ്ടി നേർച്ചയാക്കലാണ്. ഖുർആൻ ഓതാൻ നേർച്ചയാക്കിയാൽ അത് കാഫിറാവാൻ നേർച്ചയാക്കലാണ്. പിന്നെ എങ്ങനെയാണ് ഈ നേർച്ച ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക? അപ്പോ നേർച്ചയാക്കിയ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കിയാൽ അതിന്റെ പ്രതിഫലം മുഹയ്യിദ്ദീൻ ശൈഖിന് ഹദിയ ചെയ്യുന്ന ആ പരിപാടി വരെ അത് കാഫിറാകാൻ വേണ്ടി നേർച്ചയാക്കലാണ്. അങ്ങനെ ചെയ്യുന്നവൻ കാഫിറാവാൻ വേണ്ടി നേർച്ചയാക്കിയവനാണ് എന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ശൈഖ് അവറുകളുടെ പേരിൽ ആടിനെയും കാളയെയും നേർച്ചയാക്കുന്നുണ്ടല്ലോ. നാട് മുഴുവൻ ശിർക്ക് പരത്തുന്ന ജീവികളാണ് ആ നേർച്ച മൃഗങ്ങൾ. അപ്പൊ മനുഷ്യന് മാത്രമല്ല, കാളകൾ,
ആടുകൾ പോത്തുകൾ വരെ ശിർക്ക് പ്രേരിപ്പിക്കുന്നവരാണ് എന്ന് ഈ പുസ്തകത്തിന്റെ 12ാമത്തെ പേജിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ പറയുന്നു. എങ്ങനെ നോക്കിയാലും പരിശുദ്ധ വചനത്തിന് എതിരാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള നേർച്ചയും നേർച്ചയുടെ എല്ലാ വശങ്ങളും. ഈ നേർച്ച എന്ന് പറയുന്ന സുന്നികൾ ചെയ്യുന്ന പരിപാടി അത് മുശ്രിക്കാണ്, അത് ചെയ്യുന്നവൻ ശിർക്ക് ചെയ്യുന്നവനാണ്, കാഫിറാണ് എന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമായി പറയുകയാണ്. അതുപോലെ മാലമൗലിക റാത്തീബുകൾ, ഈ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ഇതൊക്കെ ശിർക്കിന്റെ ആരാധനകളാകുന്നു. അതിൽ യാതൊരു നീക്കുപോക്കും വിട്ടുവീഴ്ചയുമില്ല. ഇങ്ങനെ മാലമൗലിക ചെയ്യുന്നവൻ ഇനി മഖാം ദർഗ കെട്ടുന്നവൻ അത് സുന്നികൾ ചെയ്യുന്ന പരിപാടിയാണ്. തങ്ങന്മാർ, ഷെയ്ഖുമാർ, ശുഹദാക്കൾ, സാലിഹുകൾ എന്നിവരുടെ ഖബറുകൾക്ക് മീതെ മഖാം കെട്ടലുണ്ടല്ലോ. അവിടെ വിളക്ക് കത്തിക്കുക, ആ എടുപ്പിന് വെള്ള പൂശുക, പെയിന്റ് ഇടുക, മുറ്റം അടിക്കുക മുതലായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ വചനത്തിന് വിരുദ്ധമായ ശിർക്കിന്റെ ആരാധനകളാകുന്നു. മഖ്ബറകളിൽ മുറ്റമടിച്ചാൽ, അവിടെ വെളിച്ചം കത്തിച്ചാൽ, അവിടെ ലയിച്ചിട്ടാൽ അത് ശിർക്കാകുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയില്ലേ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖ്ബറയാണ്, ജാറമാണ് ലോകത്തെ ഏറ്റവും വലിയ ജാറം. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രകാശം പൊഴിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ അടിച്ചു വൃത്തിയാക്കുവാനും അവിടെ പരിചാരകരുമായിട്ട് അവിടെയുള്ള ഗവൺമെന്റ് തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. അതൊക്കെ ശിർക്കായ പ്രവർത്തനമാണ്, അത് ചെയ്യാൻ പാടില്ല. അതുപോലെ മമ്പുറത്തെ സലാത്തിന് പോവുക, അത് കടുത്ത ശിർക്കാണ്. അങ്ങനെ പോകുന്നവൻ കാഫിറാണ്. എന്നാൽ മമ്പുറം തങ്ങളിൽ നിന്ന് വല്ല ഉപകാരവും ലഭ്യമാകുക എന്ന ലക്ഷ്യമില്ലാതെ പോയാലോ അതും പാടില്ല. കാരണം എന്താണ്? ശിർക്ക് ചെയ്യുന്ന ആളുകളോട് കൂടെയാണല്ലോ അവൻ പോകുന്നത്, അതുകൊണ്ട് പാടില്ല. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് പോകുന്ന സുന്നികളായ ഞങ്ങൾ പോകുമ്പോ ആ ശിർക്ക് ചെയ്യുന്നവരാണ് ഞങ്ങൾ എന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. ഞങ്ങളുണ്ട് എന്ന കാരണത്തിനാൽ അവർക്ക് പോകലും പാടില്ല എന്നാണ് സൽസബിഹി പറയുന്നത്. ഈ പുസ്തകത്തിന്റെ 14ാമത്തെ പേജിൽ ഈ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഇങ്ങനെ എഴുതിക്കെട്ടൽ, അതുപോലെ തന്നെ മന്ത്രവും ഉറുക്കുമൊക്കെ എഴുതിക്കെട്ടുക, അത് പുണ്യകർമ്മമാണ്, ഇസ്ലാം പഠിപ്പിച്ചതാണ്. അത് ശിർക്കാണ്, അത് ചെയ്യുന്നവൻ മുശ്രിക്കാകുന്നു. തഖ്ലീദ് ചെയ്യുന്നവൻ അത് മുശ്രിക്കാകുന്നു. വ്യക്തമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെക്കുറിച്ച് 1971 നവംബറിൽ മുജാഹിദുകളുടെ പ്രസിദ്ധീകരണത്തിൽ പറയുന്നത് എന്താ? അദ്ദേഹം ശിർക്ക് പ്രചരിപ്പിക്കുന്നയാളാകുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. കെ ഉമർ മൗലവി അദ്ദേഹം നടത്തിയ മുഹറത്തുൽ നൽഖഹ ഉമർ അഹമ്മദുൽ മലൈബാരി റാസൽ ഖൈമയിൽ ഉമർ മൗലവി നടത്തിയ ഒരു പ്രസംഗം സമാഹരിച്ചതാണ് ഈ പുസ്തകം. ഇതിൽ പറയുന്നത് വഅന്നല്ലദീ തവല്ലാ കിബ്റഹു വൽ അമീനുൽ ലിൽ മുനവ്വറത്തിൽ മൻകൂറത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഖദ് ലഖബഹു الناس ബിശംസുൽ ഉലമ വഹുവ യുശ്രികു അലാ കുല്ലിയത്തിൻ സമ്മഹു ദാറുസ്സലാം ഫീ ഖറിയത്തി ഇസ്മുഹാ നന്ദി ഫീ ശിമാലി മലൈബാർ വഹാദിഹിൽ കുല്ലിയത്തു തംലികു മഖ്ബറതൻ മഅബൂദതൻ ഇത്തഖദുഹാ ഈദൻ നുസ്ബുഅൻ കാമിറൻ കുല്ല സന എന്ന് പറഞ്ഞുകൊണ്ട് യതി ഇലൈഹി അൻ-നുദൂർ വൽ ഹദായ മിനൽ മുശ്രികീന മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലുള്ള മുശ്രിക്കുകൾ അവരാണ് അവരേക്ക് നേർച്ച നൽകുന്നത്, അവരേക്ക് ഹദിയ നൽകുന്നത്, അതിന് നേതൃത്വം നൽകുന്ന ഏറ്റവും വലിയ ശിർക്കിന്റെ പ്രവർത്തനം നടത്തുന്നത് ശംസുൽ ഉലമ എന്ന സ്ഥാനപ്പേരുള്ള ഇ കെ അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അദ്ദേഹം വരിയിൽ പറയുകയാണ്. ഈ പുസ്തകം 5 ലക്കം 8 സൽസബിയിൽ മുശ്രിക്കുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ്. ഒന്നാമത്തെ മുശ്രിക്കാരാണ് ഹാജി അംറു ബിൻ ഹിഷാം അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, പ്രസിഡന്റ് സമസ്ത ലോക ജമിയത്തുൽ മുശ്രിക്കീൻ. 2 പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതായത് അന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അവരാണ് രണ്ടാമത്തെ മുശ്രിക്ക്. മൂന്നാമത്തത് പ്രസിഡന്റ് സമസ്ത കേരള സുന്നി യുവജന സംഘം പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ. 4ാമത്തത് ചെയർമാൻ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് മർഹൂം കെ അബൂബക്കർ ഹസ്രത്ത്. 5 പത്രാധിപർ സുന്നി ടൈംസ് അമാനത്ത് കോയണ്ട് മുസ്ലിയാരായിരുന്നു അന്നത്തെ പത്രാധിപരും. 5 പത്രാധിപർ അന്നസിയും ഷിഹാബുദ്ദീൻ മുസ്ലിയാര് ദക്ഷിണ കേരളത്തിലുള്ളവൻ. 7 പത്രാധിപർ നുസ്രത്തുൽ ഇസ്ലാം അന്നത്തെ സദഖത്തുള്ള മുസ്ലിയാരായിരുന്നു അതിന്റെ എഡിറ്റർ. 8ാമത്തത് പത്രാധിപർ അൽ ജലാൽ ഇ കെ ഹസൻ മുസ്ലിയാർ. 9ാമത്തത് മുശ്രിക്കുകളുടെ ലിസ്റ്റാണ് പറയുന്നത്. 9ാമത്തത് പ്രിൻസിപ്പൽ ജാമിയ നൂരിയ അറബിക് കോളേജ് മർഹൂം ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ മുശ്രിക്കുകളുടെ ലിസ്റ്റ് തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ പൊതുവായും അതുപോലെ തന്നെ പേരെടുത്തും കൊണ്ട് മുശ്രിക്കാക്കുക എന്ന ധർമ്മമാണ്, എന്ന ദൗത്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾ ഓർത്തു നോക്കൂ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹം കാംക്ഷിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിയാറത്തിന് പോയാൽ അത്
കൊടിയ ശിർക്കാണ്, മഹാപാതകമാണ്, വിഗ്രഹാരാധനയെക്കാളും കടുത്ത ശിർക്കാണെന്ന് ഈ പുസ്തകത്തിന്റെ സൽസബീലിന്റെ 1984 ഒക്ടോബർ ലക്കത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുകയും മുസ്ലിമീങ്ങൾ വളരെ ഉദ്ധരണികൾ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ചോദ്യോത്തര നേരത്തിന് സമയത്ത് ഞങ്ങളത് കാണിക്കും. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് ഇക്കാലം എത്രയുമുള്ള മുസ്ലിമീങ്ങൾ, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ മുശ്രിക്കുകളാണെന്നും കാഫിറുകളാണെന്നും വ്യക്തമായി മലയാളത്തിൽ തന്നെ എഴുതിവിട്ടിരിക്കുകയാണ്. കുഫർ എന്ന് പറയുന്നത് മുസ്ലിമിനെ കാഫിറാക്കുക എന്നത് അതീവ ഗുരുതരമായ പാപമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയുന്നു. നമുക്ക് കാണാം, ഇമാം ബുഖാരി തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഇൻദലഖു ഇലാ ആയാത്തിൻ, അക്കാലത്തുള്ള ഖവാരിജുകളുടെ സ്വഭാവം വിശദീകരിക്കുകയാണ്. ആ നസലത്ത് ബിൽ മുശ്രിക്കീന, മുശ്രിക്കുകളുടെ പേരിൽ ഇറങ്ങിയ ആയത്തുകൾ, ആ ആയത്തുകൾ അവർ മുസ്ലിമീങ്ങളുടെ മേലിൽ ചുമത്തുകയാണ്. മുശ്രിക്കുകൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അത് മുസ്ലിമീങ്ങളുടെ മേൽ ചുമത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന സിദ്ധാന്തം ഈ സമുദായത്തിലുള്ള ഖവാരിജുകൾ നടത്തിയതാണെന്ന് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തകൂനു കൽ ഖവാരിജി, നിങ്ങൾ ഖവാരിജുകളെ പോലെയാവരുത്. തഅവ്വലു ആയാത്തിൽ ഖുർആനി ഫി അഹ്ലിൽ ഖിബ്ല വഇന്നമാ ഉൻസിലത് ഫി അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളിലേക്ക് ഇറങ്ങിയ ആയത്തുകൾ, ജൂതനസാറാക്കളിൽ ഇറങ്ങിയ ആയത്തുകൾ സത്യവിശ്വാസികൾ ചുമത്തിക്കൊണ്ട് സത്യവിശ്വാസികൾ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് പറയുന്ന പ്രവണത ഈ സമുദായത്തിൽ ആദ്യമായി കഴിഞ്ഞുപോയ ഖവാരിജുകൾ നടത്തിയിരുന്നു. ആ പ്രവർത്തനം നിങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ല, അത് ചെയ്യരുത്, അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് മഹാന്മാക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹം സ്വർഗത്തിലേക്ക് എത്തുവാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ദീൻ, ആ ദീനിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്തമാണ് കാലാകാലങ്ങളായി ഈ സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅയിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിക്കുകയും അതിലേക്കുള്ള വെളിച്ചം ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയുമാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ സെഷനിൽ ഇവിടെ നടന്ന വിഷയാവതരണത്തിലൂടെയും ചോദ്യോത്തരങ്ങളിലൂടെയും നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന വ്യാജേന രംഗത്ത് വരുന്ന ആളുകൾ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൃത്യമായി അഹ്ലുസുന്ന വൽ ജമാഅയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊള്ളണം എന്നില്ല. നേരെ മറിച്ച് ഞങ്ങൾക്ക് കാശ് കിട്ടുകയാണെങ്കിൽ ജനങ്ങൾക്ക് അഹ്ലുസുന്ന വൽ ജമാഅ അല്ലാത്തതും സുന്നത്ത് ജമാഅത്താണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും എന്ന് കൃത്യമായി ഇവിടെ സമ്മതിച്ചത് നാം കേട്ടതാണ്. റിസാല വാരികയിൽ മഖ്ദൂമിയുടെ പരിഭാഷയുടെ പരസ്യം സുന്നത്ത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശത്തോട് 100% കൂറ് പുലർത്തുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ ഖുർആൻ പരിഭാഷയിൽ നിങ്ങളുടെ വാദത്തിനെതിരായതുണ്ടല്ലോ എന്നിവിടെ വെച്ച് ചോദിച്ചപ്പോൾ ഈ സമൂഹത്തെ മുഴുവൻ സാക്ഷിയാക്കിക്കൊണ്ട് മറുഭാഗത്ത് നിന്ന് പറഞ്ഞത് അത് ഞങ്ങൾ പരസ്യത്തിന് വേണ്ടി കൊടുത്തതാണ് എന്നാണ്. അപ്പോ ജനങ്ങളുടെ കാശ് കിട്ടും എന്ന് കാണുമ്പോൾ സുന്നത്ത് ജമാഅത്ത് അല്ലാത്തതും സുന്നത്ത് ജമാഅത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കും എന്ന് അംഗീകരിക്കപ്പെട്ടത് നാം ഇവിടെ കണ്ടു. ഇതേപോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതുപോലെ മുജാഹിദുകൾ മുസ്ലിങ്ങളെ ലോക മുസ്ലിങ്ങളെ മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്നു എന്ന ഒരാരോപണം. മുജാഹിദുകൾ ആരെയും തന്നെ ലോക മുസ്ലിങ്ങളെ മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്നില്ല. പറയുന്നത് കേട്ടാൽ വിചാരിക്കുക ഈ ഠാവട്ടത്തിലുള്ള ഈ ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് നിദാനമായി രചിക്കപ്പെട്ട വിധാനശാസ്ത്രങ്ങളുടെ അവലംബങ്ങൾക്ക് വിരുദ്ധമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട്
കൊണ്ട് ജനങ്ങളെ ശിർക്കിലേക്ക് നയിക്കുമ്പോൾ, ആളുകളെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ അത് ശരിയല്ല എന്നീ സമൂഹത്തോട് പറയുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് മുജാഹിദുകൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ആളുകൾ കേൾക്കുമ്പോ ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനായി, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാനായി തെളിവ് ധരിക്കുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് എഴുതിവിട്ട ആളുകൾക്ക് ആകെ ലോകത്ത് കഴിഞ്ഞുപോയ ഹദീസ് പണ്ഡിതന്മാരൊക്കെ അത് ദുർബലമാണ്, നിദാനശാസ്ത്ര പണ്ഡിതന്മാർ ദുർബലമാണ് എന്നതിന് തെളിവായി എഴുതിവെച്ച ഹദീസ് മാത്രമാണ്, തെളിവ് മാത്രമാണ് ഇവിടെ ഉച്ചരിക്കാൻ കഴിഞ്ഞത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ ചെയ്യാൻ കഴിയുന്നത് വൈകാരികമായി ആളുകളെ ചൂഷണം ചെയ്യുക എന്നതാണ്. ഇതാ നിങ്ങൾ മുശ്രിക്കാണെന്നല്ലേ മുജാഹിദുകൾ പറയുന്നത്, നിങ്ങളുടെ വാപ്പ മുശ്രിക്കാണെന്നല്ലേ പറയുന്നത്, നിങ്ങളുടെ ഉമ്മയും ഉമ്മാമയും മുശ്രിക്കാണെന്നല്ലേ മുജാഹിദ് പറയുന്നത്. അതേപോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ മുശ്രിക്കുകളാണ് എന്നല്ലേ മുജാഹിദുകൾ പറയുന്നത്. എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടാറുള്ളത്. ഫൽസഫയിൽ നിന്നായാലും മറ്റു പുസ്തകങ്ങളിൽ നിന്നായാലും ഒക്കെ വായിക്കുന്നത് ഇത് തന്നെയാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ലാത്ത ആദർശം കച്ചവടം നടത്താത്ത ആളുകളായത് കൊണ്ട് തന്നെ കൃത്യമായി അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടാണ് ഇതിൽ പറയാനുള്ളത്. ഇവിടെ ഉദ്ധരിക്കപ്പെട്ട ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ഇദാ ഖാല റജുലു ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ എന്ന, അഥവാ ഒരാളെ കാഫിറാണെന്ന് ആക്ഷേപിച്ചാൽ അത് അയാളെ കാഫിറല്ലെങ്കിൽ തന്നിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് മുജാഹിദുകൾ. മുജാഹിദുകളെ നയിക്കുന്നത് ആ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് മനസ്സിലാക്കിയ സഹാബികളുടെ ബോധമാണ്. ചരിത്രത്തിലുള്ള ഒരു സംഭവത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ ഒരാളുടെ പിന്നാലെ പോയി, ഒരു മുശ്രിക്കിന്റെ പിന്നാലെ പോയി. ഞാൻ അയാളുടെ അടുത്തെത്തിയപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ അയാളെ കൊന്നുകളഞ്ഞു, ഞാൻ അയാളെ കൊന്നു. എന്നിട്ട് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ ഞാൻ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് പറഞ്ഞപ്പോൾ റസൂൽ എന്നോട് ചോദിച്ച ചോദ്യം, അഫലാ ശഖഖത അൻ ഖൽബിഹി ഹത്താ തഅലം, അല്ല ഉസാമ, അയാളുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ അയാളുടെ ഹൃദയം നീ തുറന്നു നോക്കിയിരുന്നോ എന്ന് ചോദിച്ചുവെന്ന് മാത്രമല്ല, ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ റസൂല് അത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഏതുവരെ എന്നറിയുമോ, ഹത്താ തമന്നൈതു അന്നി അസ്ലംതു യൗമഇദിൻ, ഞാൻ ഇതിനുശേഷം മുസ്ലിമായാൽ മതിയായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ അനുഭവമാണ് മുജാഹിദുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ മാർഗദർശകമായിട്ടുള്ളത്. സ്വാഭാവികമായും അപ്പോൾ വരാവുന്ന ചോദ്യം, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ വായിച്ചതും വായിക്കാനിരിക്കുന്നതും ഒക്കെയായ സൽസബീലിൽ പറഞ്ഞതോ അങ്ങനെ സൽസബീലിൽ ഉണ്ടല്ലോ എന്നാണ്. ഈ ഒരു വിഷയം എങ്ങനെ ഇതിലേക്ക് കടന്നു വന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൂചന മാത്രം നൽകട്ടെ. എനിക്ക് പറയാനുള്ളത്, ഈ വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഒന്നാമത്തെ സിറ്റിംഗിന്റെ CD അത് വിൽപ്പനയിലുണ്ട്. അതൊന്ന് വാങ്ങി നിങ്ങൾ കാണണം. അപ്പോൾ അറിയാം എങ്ങനെയാണ് ഇത്തരം ഒരു ചർച്ച വന്നത്. വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി വന്ന ആളുകൾ വിഷയത്തിലേക്ക് വരാതിരുന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്ന മുസ്ലിം അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അതാണ് ഞങ്ങളുടെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ വാദമാണെന്നല്ലേ. അത് വെച്ച് വ്യവസ്ഥ തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അതിന് തയ്യാറാവാതെ നിങ്ങൾ ഭരിച്ചു എന്നാണ് ഞങ്ങളുടെ വാദം, ഞങ്ങൾ ഭരിച്ചു എന്നാണ് നിങ്ങളുടെ വാദം, അതിന്മേൽ സംവാദം നടക്കട്ടെ എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം ചർച്ച നീട്ടിക്കൊണ്ടുപോവുകയും അവസാനം ഈ ഒരു വിഷയം കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്നേ ഞങ്ങൾ പറഞ്ഞു, ഇതിന്റെ യാഥാർത്ഥ്യം വ്യവസ്ഥയിൽ നിങ്ങൾക്ക് കാണാം, സൽസബീലിൽ ഉള്ളതാണ്. ഇതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ സംവാദവേളയിൽ വ്യക്തമാക്കും. അത് വ്യക്തമാക്കുക എന്നത് മാത്രമാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. ഉമർ മൗലവി തന്റെ സൽസബീലിൽ എന്താണ് എഴുതിയത് ഇവിടെ വായിച്ചു. കാന്തപുരം മുസ്ലിക്കാണെന്ന് എഴുതിയിട്ടുണ്ടോ? ഈക്ക് മുസ്ലിക്കാണെന്ന് എഴുതിയിട്ടുണ്ടോ? കുട്ടനാട് മുസ്ലിക്കാണെന്ന് എഴുതിയിട്ടുണ്ടോ? മലയാളം അറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളത് കേൾക്കുക. ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുക്കപ്പെട്ടത് തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും
പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈകുന്നേരത്തും ഇന്നക്കും മുശ്രിക്കൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക എന്നാണ് ഈ വ്യവസ്ഥയിൽ ഇവരെഴുതി വെച്ചിരിക്കുന്നത്. ഇതിലെവിടെ കെ അബൂബക്കർ മുസ്ലിയാർ കാഫിറാണ് എന്ന്, ഇതിലെവിടെ കാന്തപുരം മുശ്രിക്കാണ് എന്ന് പറഞ്ഞത് തഹ്ലീലിന്റെ വിഷയമാണ്. ആർക്കാണ് തർക്കം? മറുഭാഗത്തിരിക്കുന്ന പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടോ? അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം കാന്തപുരം ഹലാലാണെന്ന് പറഞ്ഞ ആ ഹലാലാണെന്ന് കാന്തപുരം പറയുകയും അത് സുന്നികൾ അംഗീകരിക്കുകയും ചെയ്താൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് ഇവിടെ തർക്കമുന്നയിക്കാനുള്ളത്? ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹു ഹറാമാക്കിയ കാര്യം ഹലാലാണ് എന്ന് ലോകത്തേതെങ്കിലും ഒരു പണ്ഡിതൻ പറയുകയും അത് ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്താൽ അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. ഈ തർക്കമില്ലാത്ത കാര്യമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായും ഇങ്ങനെ കുറെ ആളുടെ പേര് കാണുമ്പോ ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെയാകുമ്പോ അവരെ പേരെടുത്ത് പറഞ്ഞ് മുശ്രിക്കാക്കിയതല്ലേ? അല്ല, ആ ഭാഗത്ത് നിന്നത് ലഭിക്കില്ല എന്ന് മാത്രമല്ല, കൃത്യമായി തന്നെ ഉമർ മൗലവി ആ കാര്യം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ സൽസബീലിൽ ഇങ്ങനെ ചില ആളുകളെയൊക്കെ മുശ്രിക്കാക്കി കാഫിറാക്കി കളഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളെ കാഫിറാക്കിയില്ലേ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു കത്ത് വന്നപ്പോൾ ബഹുമാന്യനായ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി മറുപടി നൽകി. ഞാൻ ആരെയും കാഫിറാക്കിയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം പറഞ്ഞതറിഞ്ഞിട്ട് അതിൽ വെറുപ്പ് വിചാരിക്കുന്നവൻ രണ്ടാം ഷഹാദത്ത് കലിമ നിഷേധിച്ചവനും കാഫിറുമാണെന്ന് ഞാൻ പറഞ്ഞു. തർക്കമുണ്ടോ ആർക്കെങ്കിലും അതിൽ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു കാര്യം നിഷേധിക്കൽ കുഫ്റാണ് എന്നതിൽ ആർക്കാണ് സഹോദരന്മാരെ തർക്കം? അതേ ഉമർ മൗലവിയും പറഞ്ഞിട്ടുള്ളൂ. ഇനി ആരാണ് ഈ ആരോപണങ്ങളുമായി വരുന്നവർ? ഉമർ മൗലവി കാഫിറാക്കിയെന്ന്, അതല്ലെങ്കിൽ മുജാഹിദുകൾ മുശ്രിക്കാക്കിയെന്ന് ആരാ പറയുന്നത്? ഇവിടെ നേരത്തെ കെ അബൂബക്കർ മുസ്ലിയാരെ പറ്റി മുശ്രിക്കാക്കിയെന്ന് പറഞ്ഞവർ കെ കാഫിറാക്കിയെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കെ കാഫിറാണ് എന്ന് ഉള്ള ആൾ നിങ്ങൾ പ്രസംഗിച്ചത് ഉദ്ധരിച്ചില്ലേ പത്രങ്ങൾ? എന്താ പറഞ്ഞത്? പ്രിയ സഹോദരങ്ങളെ, ഞങ്ങൾ തെറ്റിപ്പോന്ന അവസരം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗാണ്. എന്താ? അപ്പൊ പിന്നെ ഓരോട് തെറ്റാതെ കഴിയൂലല്ലോ. അതുകൊണ്ടാണ് അന്താലഹക്ക് ഉറച്ചു നിന്നോ, നീ ഹക്കിന്റെ മേലിലാണ്. അപ്പുറം കെന്റെ ഉസ്താദല്ലേ, അവൻ പിഴച്ചുപോയി എന്നാണ് വളവൂർ പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞത് കഫറ, അവൻ കാഫിറായി പോയി എന്നോ അറിയോ നിങ്ങള് എന്ന് ചോദിച്ച പ്രസംഗം കെ കാഫിറാക്കിയതാരാണ്? മുജാഹിദാണോ? കെ കാഫിറാണെന്ന് മുജാഹിദ് പറഞ്ഞില്ല. നേരെ മറിച്ച് അല്ലാഹു അല്ലാത്തവരോട് അത് ഇസ്തിഗാസ നടത്താൻ വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ശിർക്കാണ്, കുഫ്റാണ്, ശിർക്കിന് പ്രേരിപ്പിക്കലാണ്. മുജാഹിദുകൾക്ക് തർക്കമില്ല. ഇവിടെ ഈ നേരമത്രയും നടന്ന ചർച്ച അത് തന്നെയാണ്. ആ വാദത്തിൽ മുജാഹിദുകൾ പുറകോട്ട് പോകുന്നില്ല. മറിച്ച് വ്യക്തികളെ തകയും ചെയ്ത് കാഫിറാക്കുന്ന ഏർപ്പാട് മുജാഹിദുകൾക്കില്ല. ഇനി ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ? അല്ല. സിറാജ് പത്രത്തിൽ 2000 ജൂൺ 7 ബുധൻ പറഞ്ഞു PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ലേഖനമെഴുതി. എന്താ എഴുതിയത്? കാഫിർ പദം കൊണ്ടുള്ള കളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഖുർആൻ പരിഭാഷയെപ്പറ്റി സുന്നി വോയിസ് എഴുതിയ ലേഖനത്തിൽ ശംസുല്ലമ തന്നെ KVയുടെ പോക്ക് കുഫ്രിയത്തിലേക്കാണെന്ന് എഴുതിയിട്ടില്ലേ? KVയെ കാഫിറാക്കി, KVയെ ഉള്ളാള് കാഫിറാക്കി, ഇങ്ങനെ മൊത്തം കാഫിറാക്കി ഇല്ലാത്ത ആരോപണവുമായി ഉള്ളാളെന്ന് പറഞ്ഞുകൊണ്ട് ലേഖനങ്ങൾ വരെ വന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കിയ ആളുകൾ മുജാഹിദുകളെ വരെ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞില്ലേ? മുജാഹിദുകൾ മഹാമുശ്രിക്കുകളാണെന്ന് ഈ ആളുകൾ ലേഖനമെഴുതി. ചുരുക്കത്തിൽ കഴിവ് അള്ളാഹുവിന്റെതും മനുഷ്യന്റേതുമെന്ന് രണ്ടായി വിഭജിച്ച് അള്ളാഹുവിന്റെ ഗുണമാകുന്ന കുദ്റത്തിൽ ഇവർ മായം ചേർത്തിരിക്കുന്നു. അതിനാൽ ഒറിജിനൽ മുശ്രിക്കുകൾ ഇവരാണ്. മാത്രമല്ല ഓരോ മനുഷ്യനും സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കുക വഴി കോടിക്കണക്കിന് സൃഷ്ടാക്കളെ അംഗീകരിക്കുന്ന ഇവർ മഹാമുശ്രിക്കുകളാണ്. എങ്കിൽ ഇവരുടെ തൗഹീദി പ്രചരണം അതിശയകരമായിരിക്കുന്നു എന്ന് മുജാഹിദുകളെ പറ്റി
എഴുതിയ ആളുകൾക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത്? നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കിയെന്ന്. ഞങ്ങൾ ആളുകളെ തഴയും ചെയ്ത് ആളുകളെ നിർണയിച്ചുകൊണ്ട് മുശ്രിക്കാക്കിയിട്ടില്ല. മറിച്ചൊരു കാര്യം ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കുഫ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കുന്നത് തന്നെയാണ്, ആരും നിഷേധിക്കാത്ത. ഇനി ആർക്കെങ്കിലും വാദമുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യം അത് തള്ളിക്കളഞ്ഞിട്ട് അതൊന്നും ഞാൻ സ്വീകരിക്കൂല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ദിക്റ് ചൊല്ലാൻ ഞാൻ തയ്യാറാണ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുസ്ലിമാണെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? വാദമില്ല. അതേ കാര്യമാണ് ഉമർ മൗലവി പറഞ്ഞത്, അതേ കാര്യമാണ് മുജാഹിദുകൾ പറഞ്ഞത്. അല്ലാതെ ലോക മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഖുർആൻ വ്യാഖ്യാനിക്കുന്നവരല്ല. അബൂജഹലിനേക്കാൾ കടുത്ത ബാധകമാണ് ഈ ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സത്യം തന്നെയാണത്. അബൂജഹൽ ലാത്തയോട് പ്രാർത്ഥിക്കാൻ, ഉസ്സയോട് പ്രാർത്ഥിക്കാൻ, മനാത്തയോട് പ്രാർത്ഥിക്കാൻ, ആ നാട്ടിലുള്ള ആളുകൾ മലക്കുകളോട് പ്രാർത്ഥിക്കാൻ ഇന്നമാ വലിയുക്കുമുല്ലാഹു റസൂലുഹു എന്ന ആയത്തോതിയിട്ടില്ല. ആ ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുവാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പോലും ഓതിയിട്ടില്ല. നേരെ മറിച്ച് ആ ആയത്ത് ഓതുന്നത് തന്നെയാണ് മഹാപാതകം. അബൂജഹൽ പോലും ധൈര്യപ്പെടാത്ത കാര്യമാണ് ഈ നേരം അത്രയും ഈ ആളുകൾ ഇവിടെ ചെയ്തു വെച്ചത് എന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് മടിയില്ല. വിഷയം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ തെളിയിക്കും, തെളിയിക്കേണ്ടടുത്ത് തെളിയിക്കും. അത് തെളിയിച്ചിട്ടുണ്ട്, അത് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇക്കാലം വരെ ഈ ഏകപക്ഷീയമായ വേദികളിൽ നിന്ന് ഇതാ നമ്മളെ മുശ്രിക്കാക്കി, ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കി, ലോക മുസ്ലിങ്ങളെ കാഫിറാക്കി എന്ന് പറഞ്ഞ ആളുകൾ ആരാണ് ലോക മുസ്ലിങ്ങളെന്ന് ഒന്നാമതായി പഠിക്കണം. രണ്ടാമതായി ഈ സൽസബീൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പഠിക്കണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം ഉണർത്തുവാനുള്ളത്. സഹോദരന്മാരെ, നേരത്തെ ഇവിടെ കൃത്യമായ ചർച്ച നടന്നു കഴിഞ്ഞു. അള്ളാഹുവാനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്നതിനുള്ള തെളിവുകൾ ഇവിടെ ഉദ്ധരിച്ചു വിഷയാവതരണത്തിൽ. എന്നാൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം നടത്തുക എന്നത് ഇബ്ലീസിന്റെ വാദമാണ് എന്ന് തെളിയിക്കുന്ന ഒരായത്ത് മറുഭാഗത്ത് നിന്നോതിയില്ല, ഒരു ഹദീസ് ഓതിയില്ല. ആകെ പറയാനുണ്ടായിരുന്ന ഒരു തെളിവ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലുവച്ചിയ സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവിടെ കൃത്യമായി വിശദീകരിച്ചു. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത്, തിരുസുന്നത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രമാണബദ്ധമല്ല എന്ന് നിദാന ശാസ്ത്രങ്ങൾ തെളിയിച്ച കാര്യങ്ങൾ തെളിവ് തെളിച്ച് പറയുന്നതിനെ എതിർക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ ചോദ്യം ചോദിക്കുകയും മറുപക്ഷത്തുള്ളവർ മറുപടി പറയുകയും ചെയ്യുന്ന സമയമാണ്. ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം സൽസബീലിൽ ഉമർ മൗലവി എഴുതിയ ഒരു വാചകം, ആ വാചകത്തിൽ പിടിച്ച് തർക്കിച്ചാണ് ഇവിടുത്തെ വ്യവസ്ഥ എഴുത്ത് തന്നെ 2 ദിവസമായത്. ഏതായിരുന്നാലും അങ്ങനെ സൽസബീലിൽ ഉണ്ടെന്ന് ഞങ്ങൾ തെളിയിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതിന്റെ അപ്പുറത്തൊരു വാചകം കൂടി ഉണ്ട്, അതും കൂടി ഉള്ളതാണ്. അതാണ് ഞങ്ങളിവിടെ സമയത്ത് ഇവിടെ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വൈന്നത്താത്തുഹിന്നക്കും ലമുശ്രികൂൻ എന്ന് പറഞ്ഞത് ഇതാരെ പറ്റിയാണ്? അപ്പൊ എന്നെ കണ്ട കുമ്പളങ്ങ അട്ടവനാൻ തോന്നുവോ എന്ന് ചോദിച്ചതുപോലെ ഗാന്ധിയത്തെ പറ്റിയല്ലേ, അത് മറ്റയാളെ പറ്റിയല്ലേ എന്നിങ്ങനെ ഉള്ളൊരു സംശയം യഥാർത്ഥത്തിൽ ഉന്നയിച്ചിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കാണ് ഇവരുടെ ഉദ്ദേശം. തക്ബീർ സംബന്ധമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് സലഫി നിലപാടാണ്. സലഫുകൾ, സഹാബികൾ, താബികൾ, താബിഉത്താബികൾ അവരെന്താ സ്വീകരിച്ചത്? ശിർക്കും കുഫറും ഇന്നതാണെന്ന് വിശദീകരിക്കല്ലാതെ ഒരു വ്യക്തിയെ തഅയ്യിൻ ചെയ്ത് ഇന്നവൻ കാഫിറാണ്, ഇന്ന ആളുകളൊക്കെ കാഫിറാണ് എന്ന് പറയുന്നതിന് അവർ വളരെയേറെ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ മൗലവിയാകട്ടെ മുജാഹിദുകളാകട്ടെ ഏതെങ്കിലും വ്യക്തിയെ പേരെടുത്തുകൊണ്ട് ഇന്ന ആൾ മുശ്രിക്കാണ് എന്ന് പറയുന്നതിന് വളരെ സൂക്ഷ്മത പുലർത്താറുണ്ട്. അതേസമയം ശിർക്കും കുഫറും വിവരിക്കുന്ന സന്ദർഭത്തിൽ അത് ഗൗരവത്തിൽ തന്നെ വിശദീകരിക്കാറുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ വാദത്തിൽ എഴുതിയതുപോലെ 1985 ഡിസംബറിലെ സൽസബീൽ മാസികയിലെ ഉദ്ധരണിയിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും മറ്റും ഉമർ മൗലവി മുശ്രിക്കാക്കി എന്ന ഭാഗം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമോ? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ എഴുതിയ പോലെ 1985 ഡിസംബറിലെ സൽസബീൽ മാസികയിലെ ഉദ്ധരണിയിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും മറ്റും ഉമർ മൗലവി മുശ്രിക്കാക്കിയ ഭാഗം, അദ്ദേഹത്തെ പേരെടുത്ത് മുശ്രിക്കാക്കി എന്നപ്പോൾ വായിച്ചേ, അങ്ങനെ പേരെടുത്ത് മുശ്രിക്കാക്കിയ ഭാഗം ആ സൽസബീൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാൻ സാധിക്കുമോ എന്നതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം. മാത്രമല്ല രണ്ടാമതൊരു ചോദ്യം കൂടി ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ശിർക്ക് വരികയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാൻ സാധിക്കുമോ? എല്ലാ കുറ്റകൃത്യങ്ങളെയും ഭയപ്പെടണമെന്ന് മുസ്ലിമീങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശിർക്കിനെ മാത്രം പേടിക്കേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നാവുകൊണ്ട് പ്രഖ്യാപിച്ചാൽ പിന്നെ ശിർക്ക് വരുന്നതിനെ കുറിച്ച് മാത്രം പേടിക്കേണ്ടതില്ല എന്ന ഒരു വിശ്വാസം ഇവർ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ വിശ്വസിക്കുന്നവരാണ്, അതുകൊണ്ട് ശിർക്കിനെ നമ്മൾ പേടിക്കേ വേണ്ട എന്ന ഒരു ചിന്താഗതി ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ചോദ്യം ഒന്നുകൂടി വായിക്കാണ്. നിങ്ങൾ വാദിക്കുന്നത് പോലെ 85 ഡിസംബറിലെ സൽസബീൽ മാസികയിലെ ഉദ്ധരണിയിൽ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെയും കാന്തപുരം മുസ്ലിയാരെയും ഉമർ മൗലവി പേരെടുത്ത് മുശ്രിക്കാക്കിയ ഭാഗം വായിക്കാമോ? രണ്ടാമത്തെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ശിർക്ക് വരികയില്ലെന്ന് ഖുർആൻ കൊണ്ടോ സഹീഹായ ഹദീസ് കൊണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ഗ്യാരണ്ടി ഖുർആനോ ഹദീസോ നമുക്ക് തന്നിട്ടുണ്ടോ? ശിർക്കിനെ പേടിക്കണം, മറ്റല്ല. ഒന്നാമത്തെ ചോദ്യം, സൽസബീലിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവരെ മുശ്രിക്കാക്കിക്കൊണ്ടുള്ള ഒരു വാചകം നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ സാധിക്കുമോ എന്നാണ്. 1000 വട്ടം സാധിക്കും, ഒരു പ്രാവശ്യമല്ല, 1000 വട്ടം വായിക്കാൻ സാധിക്കും. ഞാൻ വായിക്കുന്നു, നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കപ്പെട്ടതു തിന്നലും ബലിയറുക്കപ്പെട്ടതു തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടർ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈൻ അഫഅതുമൂഹും ഇന്നക്കും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ
എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആരെപ്പറ്റിയാണ് ഇവിടെ മുശ്രിക്കെന്ന് അള്ളാഹു പറഞ്ഞത്? ആപൽക്കരമായ തെറ്റും ഔഢ്യവുമാണോ ഈ പറഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ വാക്കിനങ്ങൾ ന്യായമായ നിലയിൽ വിലക്കെടുക്കട്ടെയോ? എന്താണിത് വിഷയം? സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ഞാൻ ഒന്ന് വിശദീകരിക്കാം. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ KM മൗലവി മുശ്രിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ മൗലവി അതിനെ ചോദ്യം ചെയ്തു. നിങ്ങൾ എന്താണ് അയാൾ മുശ്രിക്കാണെന്ന് പറഞ്ഞത്? അപ്പോ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ പറഞ്ഞു, താവൂത്തിനെ അനുസരിക്കുന്നുണ്ട്. താവൂത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഗവൺമെന്റ് അല്ലാത്ത ഗവൺമെന്റ്, അതിനെ അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് KM മൗലവി മുശ്രിക്കാണ്. ആ ചർച്ച വന്നപ്പോ അദ്ദേഹം ഉമർ മൗലവിയോട് ഈ കാര്യം പറഞ്ഞപ്പോ ഉമർ മൗലവി അതിൽ നിന്ന് മനസ്സിലാക്കി, വൈന്നത്തായത്തുമൂഹും ഇന്നക്കും ലം മുശ്രിക്കൂൻ, അതെ, താവൂത്ത് ഗവൺമെന്റിന് വഴിപ്പെട്ടു കൊടുത്താൽ മുശ്രിക്കാണ് എന്നാണ് അതിന്റെ അർത്ഥമെന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ മനസ്സിലാക്കിയത്. അത് ഉമർ മൗലവി പറയാണ്. അതാണോ പറഞ്ഞത്? അത് ശവം തിന്നുന്നത് ഹറാമാക്കിയതാണ്. അല്ലാത്തവരുടെ പേരിൽ അർക്കപ്പെട്ടത് തിന്നൽ ഹറാമാണ്. അതുകൊണ്ട് അത് ബാധകമാകുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലും അതുപോലെ ബദരീങ്ങളുടെ പേരിലുമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി അറുത്ത് മാംസം വിതരണം ചെയ്യുന്ന, അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന കാന്തപുരത്തിനും EK അബൂബക്കർ മുസ്ലിയാർക്കും അതുപോലെ കൂറ്റനാട് മുസ്ലിയാർക്കും, അവർക്ക് മാത്രമല്ല അവർക്ക് വഴിപ്പെട്ടു കൊടുക്കുന്ന ലോകത്തുള്ള മുഴുവൻ സുന്നികൾക്കും അല്ലേ ഇത് ബാധകം എന്നാണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ പറഞ്ഞത്. അത് ഗവൺമെന്റിന് അംഗീകരിക്കുന്നതിനെ കുറിച്ചല്ലല്ലോ എന്ന് ഉമർ മൗലവി വിശദീകരിച്ചു എന്നാണ് അവിടെ ഉള്ളത്. ആദ്യം മുതൽ അവസാനം വരെ അത് നന്നായി മൗലവിമാരെന്ന് വായിച്ചു നോക്കിയാൽ അതവർക്ക് ബോധ്യപ്പെടും. അപ്പൊ ഏതായിരുന്നാലും ആ ആയത്തിൽ പറഞ്ഞത് കാന്തപുരവും ഈക്കയും അതുപോലെ കൂറ്റനാടും അദ്ദേഹത്തെ അനുസരിക്കുന്നവരുമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് വ്യക്തമായി നിങ്ങൾ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ നേതാവ് ഉമർ മൗലവി എഴുതിയതാണ്. വൈന്നത്തായത്തുമൂഹും ഇന്നക്കും ലമുശ്രിക്കൂൻ. നിങ്ങളെ എല്ലാ ആയത്തോതും ഇങ്ങനെ തന്നെയാണ്. വൈന്നത്തായത്തുമൂഹും ഇന്നക്കും ലമുശ്രിക്കൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ആരെ പേരാ പറഞ്ഞത്? കാന്തപുരം, EK, കൂറ്റനാട്, അവർക്ക് വഴിപ്പെട്ടു കൊടുക്കുന്നവർ. ഇത് വായിക്കുന്നത് ഞങ്ങൾക്ക് എന്താണ് മടി? നിങ്ങൾ എഴുതി വെച്ചതാണ്. നിങ്ങളെ അവതരണത്തിൽ കാന്തപുരം ഉസ്താദ് ഉള്ളാളം തങ്ങൾ EK കാഫറാക്കി എന്ന് പറഞ്ഞു. അത് ഞങ്ങളെ പുസ്തകമല്ല, ഞങ്ങളെ എതിരാളികൾ എഴുതിയതാണ്. ഞങ്ങളെ മേലേക്ക് വായിക്കുന്നത്. നിങ്ങൾക്കൊരു അല്പം ലജ്ജ വേണ്ട ഒരു കാര്യം ഉദ്ധരിക്കുമ്പോ ഞങ്ങളെ എതിരാളികൾ എഴുതിയതാണ്, ഇത് നിങ്ങൾ എഴുതിയതാണ്. ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചോദിച്ചോ, പക്ഷേ മറുപടിയും പറഞ്ഞോ, പക്ഷെ ഒരു മാന്യത ആ വിഷയത്തിലൊക്കെ നിങ്ങൾ പാലിക്കണം. ഞങ്ങൾ എഴുതിയതല്ലത്, ഞങ്ങളെ എതിരാളികൾ എഴുതിയ ആരോപണമാണോ തെളിവ് പറയുന്നത്? അങ്ങനെയാണ് ലോകത്ത് ആർക്കും എന്തും തെളിവ് പറഞ്ഞുകൂടെ? നിങ്ങൾ തെളിവ് പറയണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരാള് ഒരിക്കലും ശിർക്ക് വരികയില്ല എന്നുണ്ടോന്ന് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിനെതിരായി ഏത് പ്രവൃത്തി ചെയ്താലും മുശ്രിക്കാകും. നേരെ മറിച്ച് ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്നത് ശർഇന്റെ ഇമാമിയങ്ങൾ ചില പ്രത്യേക വിഷയങ്ങൾ